വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മാറ്റമായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാം മോദി വന്നതിന് ശേഷം എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന തീരദേശത്ത് നിന്ന് വരുന്നത് ലാറ്റിൻ സമൂഹം അല്ലേ, അതിന്റെ ഒരു വോട്ടാണ് അല്ലേ. അതും പുള്ളിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്, ഇപ്പൊ ഈ ഇലക്ഷനുകളിൽ കണ്ടത് അല്ലേ. ഇപ്പം കാശ്മീർ തൊട്ട് ഈ കന്യാകുമാരി വരെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇനി എന്താണെന്ന് ഇത്ര ഈ ഒരു രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയൊരു ചലനം പോലും വളരെ വലുതായിരിക്കും. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം ആണല്ലോ. ഇപ്പം ട്രിവാൻഡ്രം ഭയങ്കരമായിട്ട് ഡെവലപ്പായി അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളെ മുമ്പ് ഏതോ ഒരു ഈ റേഡിയോൻ്റെ തന്നെ റേറ്റിങ്സ് നോക്കിയപ്പം മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു ഇതിൽ കേരളത്തിൽ ഇപ്പോൾ രണ്ട് സിറ്റീസാണ് മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ട്രിവാൻഡ്രം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ, എയർപോർട്ടിൻ്റെ കാര്യം വന്നു അല്ലേ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നു. ഡെവലപ്മെൻറ്റ് ആസച്ച് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ട്രിവാൻഡ്രം ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ കോളായിട്ട്, കാരണം ഞാൻ ടൂറിസമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് അധികം പോലുണ്ടായിരുന്നില്ലെങ്കിലും ട്രിവാൻഡ്രം ആസച്ച് ഒരുപാട് മാറി. എയർപോർട്ട് വന്നത് തന്നെ വലിയൊരു മാറ്റങ്ങളുണ്ടാക്കി. പക്ഷേ ഈ ഒരു ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നപ്പോഴും ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോഴും അവിടുത്തെ MP സെയിമാണ്, MP ഒരാൾ തന്നെയാണ്. പക്ഷെ അത് MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ശശി തരൂർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ഒരു 20s ശശി തരൂരൊക്കെ നമ്മൾ തന്നെ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഇങ്ങനെ ഒരു ബോളിവുഡ് നടനാണോ എന്നുള്ള ഒരു പരിവേശമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് അറിയുന്നത് ഇങ്ങനൊരു മനുഷ്യൻ ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ സംസാരിക്കുന്നു, UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കുന്നു 2006. പക്ഷേ എന്തോ നിസ്സാര വോട്ടിന് പുള്ളി ഇതായി പോകുന്നു. ഒരുപാട് അതാണ് നമ്മൾ പുള്ളിയുടെ സ്പീച്ചും ഇതൊക്കെ കേട്ട് ശരിക്കും നമ്മൾ ഇപ്പോഴും ശശി തരൂരിൻ്റെ സ്പീച്ചിന് ഇത് ചെയ്യാൻ വേണ്ടി ചില സമയത്ത് പൃഥ്വിരാജിനെ ട്രോൾ ചെയ്യാറുണ്ട്. അത്രയും സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ പൃഥ്വിരാജിനേ ഉള്ളൂ ശശി തരൂർ. കാരണം ഒരുപാട് ലാംഗ്വേജിൽ തന്നെ പുള്ളി അത്രയും ഇതാണ്, അങ്ങേരുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പക്ഷേ MP ആയിട്ട് വന്നു, അത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ വരുന്നു, MP ആയിട്ട് ട്രിവാൻഡ്രത്ത് മത്സരിക്കുന്നു. കഴിഞ്ഞ 4 തവണയായിട്ട് എതിരില്ലാതെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് കോൺടെസ്റ്റാണ് മിക്കവാറും ട്രിവാൻഡ്രത്ത് നടന്നിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് എപ്പോഴും പുള്ളി തന്നെ അതിൻ്റെ ഒരു സംശയവും കൂടാതെ അവിടുത്തെ ജയിച്ചു പോരാറുണ്ട്. അതൊരു വലിയൊരു എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് അല്ലേ. 4 വർഷം എനിക്ക് തോന്നുന്നത് 2009 തൊട്ട് പുള്ളി തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് അല്ലേ. അതും കോൺഗ്രസിൻ്റെ തന്നെ ചിഹ്നത്തിൽ മത്സരിച്ച് പോരുന്നത്. ഇപ്പോഴേ പിന്നെ പുള്ളിക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പുള്ളി ലൈം ലൈറ്റിൽ വരുന്നു കോൺഗ്രസിനുള്ളിൽ. എന്താണ് ട്രിവാൻഡ്രംകാരനായിട്ടുള്ള അഖിലിന് പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. അതായത് അരുൺ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരുപക്ഷെ കാനഡയിലോട്ട് ഇമിഗ്രേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് വരുന്ന ആൾക്കാർ, തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാർ, അവർ കണ്ടിട്ടുള്ള MPയും ഇപ്പോഴും അവർ കാണുന്ന MPയും തീർച്ചയായിട്ടും ശശി തരൂരാണ്. അദ്ദേഹം ഒരു റെക്കോർഡ് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചത്. കാരണം അതിനു മുമ്പ് അവിടെ 3 വട്ടം MP ആയിട്ടുള്ളത് കോൺഗ്രസിന്റെ തന്നെ A. ചാൾസ് ആണ്. ആ റെക്കോർഡ് തിരുത്തിയാണ് 4ാമതും അദ്ദേഹം പാർലമെന്റിലേക്ക് വിജയിച്ചത്. പിന്നെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് ശശി തരൂർ വഹിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു 4 വട്ടവും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ആദ്യം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ചിന്തകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്ന് പറയുന്നൊരു ലേബലിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആദ്യത്തെ തവണ 1 ലക്ഷത്തിന് അടുപ്പിച്ചുള്ള ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഞാൻ ഓർക്കുന്നു. പിന്നെ പുള്ളി ഈ കാലയളവിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ കണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് 2014 നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്നത്. അന്ന്
മോദിയുടെ പേരിൽ നടത്തിയ ഒരു BJP നേതൃസ്ഥാനത്ത് മോദിയെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഭാവം തീർച്ചയായിട്ടും അന്ന് തിരുവനന്തപുരത്തും ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് BJPയുടെ തന്നെ രാജഗോപാലായിരുന്നു. പിന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അദ്ദേഹം ഒരുപാട് പ്രതിസന്ധി നേരിട്ടൊരു ഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി സുനന്ദ പുഷ്കറിൻ്റെ അകാലത്തിലുള്ള മരണവും. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ച് അന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു തിരുവനന്തപുരത്തുകാർക്ക്. അത് കാണിച്ചത് അദ്ദേഹത്തിനോടുള്ള ഒരു വിശ്വാസമായിരുന്നു. പിന്നെ എപ്പോഴും തിരുവനന്തപുരത്ത് സംഭവിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന റൗണ്ട് വരുമ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കുന്ന ചില നിയോജക മണ്ഡലമുണ്ട്. കോവളം, നെയ്യാറ്റിൻകര, പാറശാല. ഈ 3 മണ്ഡലങ്ങളും ഒരിക്കലും ശശി തരൂരിനെ കൈവിടാറില്ല. അപ്പം ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിന് ഒരു വലിയ ഫാക്ടറാണ്. അതെ, ഈ കോവളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ പറഞ്ഞ ചാൾസ് MP ആയിട്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന തീരദേശത്ത് നിന്ന് വരുന്നത് ലാറ്റിൻ സമൂഹം അല്ലേ, അതിന്റെ ഒരു വോട്ടാണ് അല്ലേ. അതും പുള്ളിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്, ഇപ്പൊ ഈ ഇലക്ഷനുകളിൽ കണ്ടത് അല്ലേ. തീർച്ചയായിട്ടും. കാരണം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് തന്നെയുള്ള ഒരു അപ്പീലുണ്ട്. ഇപ്പം അദ്ദേഹം വൈ ഐ ആം എ ഹിന്ദു എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഹിന്ദുയിസത്തിൻ്റെ ഒരു സഹിഷ്ണുതയും ഹിന്ദുയിസം എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ പുള്ളി അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആ ഒരു പുസ്തകം ഇഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSS പ്രവർത്തിക്കുന്നവർക്ക് പോലും വളരെ അധികം ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയിൽ നിന്ന് പോലും പുള്ളിക്കൊരു ക്ഷണമുണ്ട്. കാരണം പുള്ളി 4 തവണയാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അപ്പോൾ അതുകൊണ്ട് അതൊരു ബാലികേറ മല പോലെ BJPയുടെ മുന്നിൽ നിൽക്കുവാണ്. ആ ഒരു സാഹചര്യത്തിൽ എത്രയോ പിന്നിലായിരുന്നു തൃശ്ശൂർ മണ്ഡലം. അതിപ്പം സുരേഷ് ഗോപിയെ വെച്ച് അവർക്ക് BJPക്ക് അത് പിടിക്കാനായി. അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ എന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞായിരുന്നു. അതായത് അദ്ദേഹം ഈ അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച നടത്തിയപ്പോഴത്തേക്കും ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് ശക്തമായിട്ട് തന്നെയാണ് ട്രംപിനോട് സംസാരിച്ചതെന്നുള്ള രീതിയിൽ മോദിയെ പ്രകീർത്തിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളത്തിലെ വ്യവസായ വകുപ്പിനെ കുറിച്ചും വളരെയധികം നല്ലത് പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇമേജ് വെച്ച് ഇടതുപക്ഷത്തിനും BJPക്കും ഒരുപോലെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരു ശക്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതെ, കൂടുതൽ പുള്ളീനെ ഇപ്പോൾ ഉള്ളൊരു കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2024 വളരെയധികം ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് BJP കാൻഡിഡേറ്റ് വന്നു, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. എന്നിട്ട് പോലും പുള്ളിയുടെ ഈ കോട്ടകൾക്കൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ജയിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു രാഷ്ട്രീയ കേരളം നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം. കാരണം ശശി തരൂർ എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ മാത്രമല്ല, ഇപ്പം ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് പുള്ളി. അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു MP എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് ഈ ഒരു വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഒരു വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മാറ്റമായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് അവഗണനകൾ നേരിടുന്നത് കൊണ്ടാണ് അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു അഭിമുഖം കണ്ടായിരുന്നു. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാനൊരു മുൻ മന്ത്രിയായിരുന്നു, ഞാൻ ഒരുപക്ഷെ ഒരു മുൻ MP ആയേക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മുൻ എഴുത്തുകാരനാവില്ല. അദ്ദേഹം കൂടുതലും പറയുന്നത് അദ്ദേഹം എഴുത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് തന്നെയാണ് പറയുന്നത്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തോടൊരു ആദരവും ബഹുമാനവും ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിചയ സമ്പത്ത്, അതായത് UN സെക്രട്ടറി ജനറലായിട്ട് 2006 അദ്ദേഹം മത്സരിച്ചു. പക്ഷെ അത് ഈ അന്താരാഷ്ട്ര ഡിപ്ലോമസിയുടെയൊക്കെ പുറത്താണ് അവിടെ സെക്രട്ടറി ജനറലിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അന്നത് വിജയിക്കാനായില്ല. അപ്പോൾ ആ ലെവലിൽ നിന്നൊരു വ്യക്തി തിരുവനന്തപുരം പോലൊരു മണ്ഡലം തിരഞ്ഞെടുക്കുകയും അവിടെ വന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുകയും അന്ന് അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി ആവുക വരെ ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് തീർച്ചയായിട്ടും ഇനിയും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് വരാം. അപ്പോൾ പുള്ളിക്കൊരു അദ്ദേഹത്തിനൊരു ഇപ്പം അദ്ദേഹം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പം നിലവിൽ അധികാരമില്ല. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഏറെക്കുറെയൊക്കെ അദ്ദേഹത്തിന് യുവാക്കളുടെ ഇടയിലൊക്കെ വളരെയധികം അപ്പീലുള്ളൊരു മനുഷ്യനാണ്. പിന്നെ നമ്മൾ എപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ പറ്റി നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഏതാണ്ട് 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് വിദേശത്തുനിന്ന് തന്നെ വിദ്യാഭ്യാസം നേടി വിദേശത്ത് തന്നെ തൊഴിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തലവരെ മാറ്റി എഴുതിയത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ മഹാത്മാഗാന്ധി. പിന്നെ നമ്മൾ നെഹ്റുവിനെ നോക്കുവാണെങ്കിലും അദ്ദേഹവും വിദേശ സർവകലാശാലയിൽ നിന്നാണ് പഠിച്ചതും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതും ഇതുപോലെയൊക്കെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ആണെങ്കിലും രാഷ്ട്രത്തിനെ നയിച്ചിരുന്ന പുള്ളി ഓക്സ്ഫോർഡിലും അതിലുമൊക്കെ ഹയസ്റ്റ് ഡിഗ്രി ഹോൾഡറും ഡോക്ടറേറ്റും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ എല്ലാ രീതിയിലും പുള്ളി ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു സ്ലീപ്പിംഗ് സെല്ല് പോലെയാണ് പുള്ളി. തീർച്ചയായിട്ടും അതിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഇപ്പം ഏത് പാർട്ടിയിൽ നിന്ന് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അവിടെ ഒരു തടസ്സം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം BJP-യിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം ഇത്രയും നാളും ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലെ ഒരു ഡെമോഗ്രഫി ഉണ്ട്. അപ്പം അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ നല്ല രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MP ആണ്. അപ്പം ഇത്രയും നാൾ പുള്ളി എന്തിനോട് പോരാടിയോ അതിനെ വിമർശിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് BJP-യിലോട്ട് പോകേണ്ടി വരും. പിന്നെ CPM പോലൊരു പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായിട്ട് ഒരുപാട് യോജിച്ച് പോകുന്നതാകാം. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും താഴെക്കിടയിൽ നിന്ന് വരുന്നവർക്ക് അവസരം കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും തരൂർ വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പം കാശ്മീർ തൊട്ട് ഇനി കന്യാകുമാരി വരെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇനി എന്താണെന്ന് ഇത്ര ഈ ഒരു രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയൊരു ചലനം പോലും വളരെ വലുതായിരിക്കും. അതെ, കാരണം ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും BJP-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെ അല്ലേ. ഇപ്പം കോൺഗ്രസ്സിൽ എത്രമാത്രം അങ്ങേര് ഈ പറഞ്ഞ പോലെ ശശി തരൂർ സാർ എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് നമുക്കറിയില്ല. എന്താണ് അതിൻ്റെ ഇക്വേഷൻസ് എന്നും അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ബ്രൂവപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എന്തു വന്നാലും അതിനൊരു ഈ വരും ദിവസങ്ങളിൽ അതിലൊരു നല്ലൊരു എന്താ പറയുക ഒരു ക്ലോഷർ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അത് കൂടുതൽ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തുകാർക്കും അതുപോലെ തന്നെ പുള്ളീനെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും ഒക്കെ നല്ലൊരു രീതിയിലുള്ളൊരു തീരുമാനമാവട്ടെ. പുള്ളിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാത്തൊരു പുള്ളിയാണ്. അത് നമുക്ക് കൂടുതൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ അത് കൂടുതൽ ബെനിഫിഷ്യലായിട്ടുള്ള രീതിയിലുള്ളൊരു തീരുമാനമാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതിന് എന്താണ് കൂടുതൽ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളുടെയും കടുത്ത ആരാധകനാണ്. അത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഴുത്തുകാരനുമാണ്. അതിലൊന്നും യാതൊരുവിധ തർക്കവും ഇല്ല. പിന്നെ അദ്ദേഹം തന്നെ പറയാറുള്ളത് പോലെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു
അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്. അതെ. പിന്നെ ഈ അടുത്തൊരു റീല് കണ്ടായിരുന്നു. അതായത് ഒരു വർഷം 365 പുസ്തകം വരെ അദ്ദേഹം വായിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പാണ്ഡിത്യമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടുന്നത് തന്നെയാണ്. ഇതുകൂടാതെ ഇപ്പോൾ അദ്ദേഹം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം പല സ്രോതസ്സുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പങ്കാണ് അദ്ദേഹം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതും. കാരണം നമുക്കിപ്പോൾ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാം മോദി വന്നതിന് ശേഷം എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഏതൊരു വികസിത രാഷ്ട്രത്തിലെ തലവന്മാരെ പോലെ തന്നെ ഒരു തലയെടുപ്പോടുകൂടി നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദിയുടെ. അപ്പം ഇത് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ പ്രകീർത്തിച്ചതും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പം നമ്മൾ എല്ലാ മേഖലയിലും നോക്കുവാണെങ്കിലും ഈ പറയുന്ന പോലെ ഇപ്പം അദ്ദേഹം BJP-യിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പോലും കാര്യം അദ്ദേഹത്തിന് തെളിയിക്കേണ്ട ആവശ്യമില്ല. 4 വട്ടം MP ആയൊരു വ്യക്തി. ഇപ്പം കേരളത്തിൽ UDF ആണെങ്കിൽ പോലും അവരുടെ ഘടകകക്ഷികൾ അവരാഗ്രഹിക്കുന്ന ഒരു നേതാവായിരിക്കാം ഒരുപക്ഷെ ശശി തരൂർ എന്ന്. കാരണം അദ്ദേഹം പല ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ജില്ലകളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ അത് വന്ന് കേൾക്കാറുണ്ട്. അപ്പം അവർക്കെല്ലാം ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വിശ്വസിക്കാം, അതായത് അദ്ദേഹം ഉചിതമായിട്ടുള്ളൊരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം എടുക്കുന്നതെന്നും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നു. ഒരു പാർലമെൻറ്റേറിയൻ എന്ന് പറയുന്നത് ഒരിക്കലും 4 റോഡ് നിർമ്മിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു 4 കെട്ടിടം വന്നതുകൊണ്ടല്ല. അദ്ദേഹം പാർലമെൻറ്റിൽ എന്തുപോയി സംസാരിക്കുന്നു, എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങളും അവിടെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അത് ശത്രുക്കൾ പോലും പറയുന്നത് ശശി തരൂർ ഭംഗിയായിട്ടാണ് നിർവഹിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഈ പറയുന്ന പോലെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അടുത്ത നീക്കം എല്ലാവരെയും പോലെ നമ്മളും ഉറ്റുനോക്കും. അതെ, ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നല്ലൊരു തീരുമാനമാവട്ടെ. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻ്റർനാഷണൽ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ശശി തരൂർ സാറിനെ പോലെയുള്ള ഒരു വലിയൊരാൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ആ ഒരു ഇപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ അരീനയിലുള്ള ആളുകളിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് അല്ലേ. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, അത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ഒരു മനുഷ്യൻ എപ്പോഴും എനിക്കറിയില്ല ബാലൻസ് ഉള്ള ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ, പക്ഷേ എൻ്റെ ഒരു അറിവിൽ ശശി തരൂർ സാറാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പേഴ്സണലി ആഹാര റേഡിയോൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 വർഷവും പുള്ളി ബെസ്റ്റ് വിഷസ്, ഈവൻ നമ്മൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലെങ്കിലും നമുക്ക് ആഹാര റേഡിയോന് എല്ലാ വർഷവും വിഷസും കാര്യങ്ങളും ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും ഇതൊക്കെ തന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡിസിഷൻ സാറിൻ്റെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആവട്ടെ. ഇത് ഇന്ത്യ പോലുള്ള ഒരു അപ്കമിങ് ഇതായിട്ടുള്ളതിന് നമുക്കെപ്പോഴും നല്ലൊരു തീരുമാനം ആയിട്ട് അതിൻ്റെ ഒരു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അതൊരു നല്ല തീരുമാനമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.